ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ സൗണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം ട്രാവൽ ചെയ്തിട്ട് മാറിയതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്, ചെറുതായിട്ടൊക്കെ ഉള്ളൂ, കുറേ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് ടൗണിലേക്ക് തിരുവനന്തപുരം തമ്പാനൂർ ടൗണിലെത്തണമെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ഞങ്ങൾ KSRTCയിലാണ് കേട്ടോ പോകുന്നത്. അവിടെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, KSRTC മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നെ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വണ്ടിയിൽ കുറേ നേരം പോകാനുണ്ട്. അതൊരു ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കുറേ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നമുക്ക് ബസ് 7:45 കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, അഥവാ വല്ല ബ്ലോക്കും കിട്ടുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ടൗണിൽ എത്തിയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. 7:45 എടുക്കുന്ന ബസ്സാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നിർത്തിയൊക്കെ തരും, എന്നാലും പിന്നെ ഇറങ്ങി ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വെജിൻ്റെ ഹോട്ടലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മുടെ സ്ഥിരം ഭക്ഷണമായ മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ട്. മസാല ദോശയും നെയ്റോസ്റ്റും ചായയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ നമുക്ക് ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നോക്കുമ്പം നമുക്ക് ബസ്സൊന്നും വന്നിട്ടില്ല കേട്ടോ. ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിന് പോയത്. ബസ്സിന് പോകുന്നത് ഇരുന്നിരുന്ന് നമ്മൾ മടുക്കും. കാരണം ഇവിടുന്ന് 7:30 എടുത്ത് നാട്ടിലെത്തുമ്പോഴത്തേക്കും പിന്നെ അതേ സമയം തന്നെ ആവും, രാവിലെ അതേ സമയമാവും. പിന്നെ നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതാണ് ഞങ്ങളുടെ ബസ് എന്നൊന്നും വിചാരിക്കേണ്ട. ഇതിലൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ. അത് ബാംഗ്ലൂർ ബസ്സായിരുന്നു. അപ്പോൾ അങ്ങനത്തേനൊക്കെ നോക്കി. പിന്നെ കുറേ ടിക്കറ്റ് ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ബസ് വന്നിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വെയിറ്റ് ചെയ്യും. ഇതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിട്ടോ. കാരണം അവിടെ നമുക്ക് ചൂടല്ലേ, അപ്പം നമുക്ക് ചൂട് വേണ്ട, കുറച്ച് തണുപ്പ് കൊള്ളണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു AC റൂമിൽ കയറി ഇരിക്കട്ടോ. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബസ്സിൻ്റെ കണ്ടക്ടർ തന്നെ പറഞ്ഞു അവിടെ ഇരുന്നോ, എടുക്കാനാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ കുറേ സമയം ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ബസ്സിന് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ, ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മളതിന് ബസ് കയറി. പിന്നെ നമ്മൾ ബസ് എടുത്ത് ഒറ്റ ഉറക്കമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇടയ്ക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴോ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്തായാലും നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നേരം പോയി. 9 മണിയായപ്പോഴായിരുന്നു തലശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ നേരം വെളുത്ത് വരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ എത്തുമല്ലോ എന്നുള്ള, അതൊക്കെ അനുഭവിച്ചവർക്ക് അതറിയാം. പിന്നെ തിരിച്ചു പോകുമ്പം ആ സന്തോഷമൊന്നും ഉണ്ടാവില്ല, കാരണം അങ്ങോട്ടാണല്ലോ പോകുന്നത് എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും നല്ലതെന്ന് പറയാനുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.